സാർ സാർ ഇത് സുദീപ് ദേശായിയാണ്. എബ്രഹാം ശ്യാമിനെ നോക്കി. സാത്താനെ കൊന്നുവെന്ന് അവകാശപ്പെട്ട പഴയ ഗുജറാത്തി കമ്മീഷണർ സുദീപ് ദേശായി. കഥകളുടെ മായിക ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിഷ പതുക്കെ കണ്ണു തുറന്നു. ആരോ തന്റെ മുഖത്ത് വെള്ളം തെളിക്കുന്നു. അവൾ ചുറ്റും നോക്കി. എബ്രഹാം കൂട്ടരും അവിടെ തന്നെയുണ്ട്. മുഖം തുടച്ചുകൊണ്ട് അവൾ എഴുന്നേറ്റു. ആർ യു ഓൾ റൈറ്റ്? എബ്രഹാം ചോദിച്ചു. യെസ് സർ. നിഷ മറുപടി പറഞ്ഞു. താൻ വീട്ടിൽ പോയിക്കോളൂ, റെസ്റ്റ് എടുക്കൂ, നാളെ കാണാം. എബ്രഹാം നിഷയെ വീട്ടിൽ പറഞ്ഞുവിട്ടു. അവൾക്കും അതൊരു ആശ്വാസമായി. ശ്രീനാഥ്, ഈ പെട്ടിയും ആ കത്തും ലാബിലേക്കേക്ക്. റിയാസ്, ശ്യാം, നമുക്ക് രഘുവരന്റെ ബോഡി കാണാൻ പോവാം. എബ്രഹാം അവരോട് പറഞ്ഞു. ശ്രീനാഥ് ഉടനെ തന്നെ ആ ബോക്സ് അടച്ചു. ലാബിൽ വിളിച്ച് കാര്യം അറിയിച്ചു. അയാൾ അതും കാറിൽ വെച്ച് പുറപ്പെട്ടു. എബ്രഹാമും റിയാസും ശ്യാമും രഘുവരൻ മരണപ്പെട്ട സ്ഥലത്തെത്തി. അവരവിടെയാകെ പരിശോധിച്ചു. 3 പേരുടെയും ബോഡി പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയിരുന്നു. രഘുവരന്റെ കാർ ഒരു ഡിവൈഡറിലിടിച്ച് മറിയുകയാണുണ്ടായത്. സർ, ഡ്രൈവർക്ക് നിയന്ത്രണം വിട്ടതാണെന്ന് തോന്നുന്നു. അസ്വാഭാവികമായി ഒന്നും കാണുന്നില്ല, റിയാസ് പറഞ്ഞു. മറിഞ്ഞ കാറ് പരിശോധിക്കണം. ബിബിനെ കൂടെ വിളിക്കേ. അസ്വാഭാവികമായി എന്തെങ്കിലും ഉണ്ടോയെന്ന് അയാളോട് നോക്കട്ടെ, എബ്രഹാം പറഞ്ഞു. റിയാസ് ഉടനെ തന്നെ ഫോൺ എടുത്ത് ബിബിനെ വിളിച്ച് കാര്യം അറിയിച്ചു. അപ്പോഴാണ് എബ്രഹാമിന്റെ മൊബൈൽ ശബ്ദിച്ചത്. ഹലോ സർ. എബ്രഹാം പെട്ടെന്ന് ഫോൺ എടുത്തുകൊണ്ട് പറഞ്ഞു. ഡോ, താൻ അത്യാവശ്യമായിട്ട് ഓഫീസിലേക്ക് വരണം. CM-നെ തന്നെ കാണണം. മാറു തലക്കൽ നിന്ന് DGP അമിത് ദേവാനന്ദ് പറഞ്ഞു. എബ്രഹാം റിയാസിനോട് ശ്യാമിനോടുമായിട്ട് പറഞ്ഞു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എത്രയും വേഗം എത്തിക്കണം. എനിക്ക് അത്യാവശ്യമായിട്ട് DGP-യെ കാണാൻ പോകണം. അവരെ അവിടെ ആക്കിയിട്ട് എബ്രഹാം DGP ഓഫീസിലേക്ക് പുറപ്പെട്ടു. DGP എബ്രഹാം ഡേവിഡിനെ കാത്തിരിക്കുകയായിരുന്നു. സല്യൂട്ട് അടിച്ചുകൊണ്ട് എബ്രഹാം ചോദിച്ചു. എന്തുപറ്റി സാർ, പെട്ടെന്ന് വരാൻ പറഞ്ഞത്? അതും CM. എനിക്കറിയില്ലടോ, തന്നെ എത്രയും വേഗം കാണണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പം തന്നെ ഇറങ്ങാം, അദ്ദേഹം വീട്ടിലുണ്ട്. അവർ നേരെ ക്ലിഫ് ഹൗസിലേക്ക് പോയി. ക്ലിഫ് ഹൗസിൽ വെയിറ്റിംഗ് റൂമിൽ ഇരുന്നപ്പോൾ എബ്രഹാം DGP-യോട് പറഞ്ഞു. സർ, സാത്താന്റെ കേസ് നമ്മൾ വിചാരിച്ചതിനേക്കാൾ സീരിയസ് ആണ്. DGP മറുപടി പറയാൻ തുടങ്ങും മുമ്പ് CM സഹദേവൻ ഹരിപ്പാട് അങ്ങോട്ടേക്ക് കയറി വന്നു. എബ്രഹാമും DGP-യും എഴുന്നേറ്റ് സല്യൂട്ട് ചെയ്തു. ഇരിക്കെ, സല്യൂട്ടൊക്കെ പിന്നെ. സഹദേവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്താണ് സാർ അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞത്? DGP ചോദിച്ചു. എന്തൊക്കെയാടോ ഇവിടെ നടക്കുന്നത്? ആരാടോ ഈ സാത്താൻ? അവന് തോന്നിയ പോലെ ആളെ കൊന്നുകളയാനാണെങ്കിൽ എന്തിനാടോ നിങ്ങളും നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റും? സഹദേവൻ ദേഷ്യത്തിൽ ചോദിച്ചു. അമിതും എബ്രഹാമും പരസ്പരം നോക്കിയിരുന്നു. സഹദേവൻ തുടർന്നു. ഡോ അമിത്, തൻ്റെ വാക്ക് കേട്ടിട്ടല്ലേ ഞാൻ ഇയാളെ, ഈ എബ്രഹാം ഡേവിഡ് IPS-നെ ഡൽഹിയിൽ നിന്ന് ഇറക്കുമതി ചെയ്തത്? എന്നിട്ട് വല്ല കൊണമുണ്ടായോ? പുച്ഛഭാവത്തിൽ CM-ന്റെ പരാമർശം കേട്ട് എബ്രഹാമിന് സഹിച്ചില്ല. സാർ, ഞങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ഉടനെ തന്നെ ഈ കേസിനൊരു വഴിത്തിരിവുണ്ടാവും, എബ്രഹാം പറഞ്ഞു. ഓലക്കെ ഉണ്ടാവും. ഡോ IPS-കാരാ, ഇതുവരെ ചത്തവന്മാരെ താൻ നോക്കണ്ട. പക്ഷേ ഇന്ന് രാവിലെ കൊല്ലപ്പെട്ട രഘുവരൻ, അയാൾ എനിക്ക് വേണ്ടപ്പെട്ടവനാ. അതുകൊണ്ട് തന്നെ സാത്താനോ പിശാചോ ആരാണെന്ന് വെച്ചാൽ അവനെ പിടിക്കണം. ജീവനോടെ പറ്റിയില്ലെങ്കിൽ അങ്ങ് തട്ടിക്കോ. സഹദേവൻ വീണ്ടും ദേഷ്യപ്പെട്ടു. സാർ, കൊല്ലാൻ? അമിത് ചോദ്യഭാവത്തിൽ സഹദേവനെ നോക്കി. എന്തേ, കൊല്ലാൻ പറ്റില്ലേ? പിന്നെ എന്തിനാണോ താനൊക്കെ ഈ തോക്കും തൂക്കിയിട്ട് ഇങ്ങനെ നടക്കുന്നത്? ഇതെന്റെ ഓർഡറാണ്. അവനെ ജീവനോടെ പിടിക്കാൻ സാധിച്ചില്ലെങ്കിൽ വെടി വെച്ച് കൊന്നേക്കണം. നിങ്ങൾക്ക് പോവാം. അമിതും എബ്രഹാമും ക്ലിഫ് ഹൗസിൽ നിന്നിറങ്ങി. സാർ, ഈ ഷൂട്ടഡ് സൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ കൃത്യമായൊരു മുഖം അറിയാമെങ്കിലല്ലേ ഇതൊക്കെ കൊണ്ട് കാര്യമുള്ളൂ, എബ്രഹാം പറഞ്ഞു. എന്തെങ്കിലുമൊക്കെ ചെയ്യടോ, അങ്ങേരുടെ വായിലിരിക്കുന്ന എനിക്ക് കേൾക്കാൻ വയ്യ, അമിത് ദേഷ്യത്തിൽ പറഞ്ഞു. DGP തന്റെ ഓഫീസിലേക്ക് പോയി. എബ്രഹാം കുറച്ചു നേരം കൂടി അവിടെ നിന്നിട്ട് തന്റെ ഓഫീസിലേക്ക് തിരിച്ചു. അവിടെ ശ്യാമും ശ്രീനാഥും റിയാസും ഉണ്ടായിരുന്നു. സർ, DGP എന്തിനാണ് വിളിപ്പിച്ചത്? ശ്യാം ചോദിച്ചു. CM ആണ് വിളിപ്പിച്ചത്. രഘുവരന്റെ കൊലയാളെ ഉടനെ പിടിക്കണമെന്ന് പറയാൻ. രഘുവരനും CM-ആയിട്ട് എന്താ കണക്ഷൻ? റിയാസ് ചോദിച്ചു. അറിയില്ല, പക്ഷേ കണ്ടുപിടിക്കണം. ശ്രീനാഥ്, എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ചോളൂ. അതിന്റെ കാരണം എനിക്കറിയണം. എബ്രഹാം തന്റെ കയ്യിലിരുന്ന സിഗരറ്റ് പാക്കറ്റ് മേശയിലേക്ക് എറിഞ്ഞിട്ട് പറഞ്ഞു. അയാൾ തുടർന്നു. നിങ്ങൾ പോയ കാര്യങ്ങൾ എന്തായി? ശ്രീനാഥ് ആദ്യം പറഞ്ഞു. സർ, സുദീപ് ദേശായി കൊല്ലപ്പെട്ടിട്ട് 4 ദിവസമായി. അയാളപ്പോൾ ആസാം ഫോറസ്റ്റ് മേഖലയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. മിസ്സിംഗ് കേസായിട്ടാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തത്. ആ കത്ത്? എബ്രഹാം ചോദിച്ചു. രക്തത്തിൽ തന്നെയാണ് സാർ അത് എഴുതിയിരിക്കുന്നത്, പക്ഷേ സുദീപിന്റെ അല്ലെന്ന് മാത്രം, ശ്രീനാഥ് പറഞ്ഞു. പിന്നെ? എബ്രഹാമിന് ആകാംക്ഷയായി. വെറും സംശയമാണ് സാർ. പക്ഷേ ഇന്ന് കൊല്ലപ്പെട്ട രഘുവരന്റെ
അതേ ബ്ലഡ് ഗ്രൂപ്പിൽ നിന്നാണ് ആ കത്തെഴുതിയിരിക്കുന്നത്. അതെങ്ങനെ സാധിക്കും? കത്തിലെ സീല് 4 ദിവസം മുന്നേ ഉള്ളതല്ലേ, പിന്നെ എങ്ങനെ ഇന്ന് മരിച്ച ആളുടെ രക്തമാവും? എബ്രഹാം ചോദിച്ചു. അതാണ് സാർ എനിക്കും മനസ്സിലാവാത്തത്, ശ്രീനാഥ് പറഞ്ഞു. ശ്യാം, പോസ്റ്റ്മോർട്ടം ഫസ്റ്റ് റിപ്പോർട്ട് എന്താണ്? എബ്രഹാം ചോദിച്ചു. സർ, രഘുവരനും ആദ്യം മരിച്ചത് വണ്ടി ഇടിച്ചതിന്റെ ആഘാതത്തിലാണ്. പക്ഷേ ആ ഡ്രൈവർ, അയാളുടെ മരണം വിഷു വിളിച്ചെന്നിട്ടാണ് സർ. ബിബിൻ കാറ് പരിശോധിച്ചോ? എബ്രഹാം ചോദിച്ചു. ചെയ്തു സർ, കൂടുതൽ ടെസ്റ്റിന് വേണ്ടി സാമ്പിൾ കൊണ്ടുപോവുകയും ചെയ്തു. ഇതും പാമ്പാണല്ലേ? എബ്രഹാം നിരാശയോടെ ചോദിച്ചു. അല്ല സാർ, ബിബിൻ പറയുന്നത് കാറിൽ നിന്ന് കിട്ടിയത് ചിലന്തിയുടെ DNA ആണെന്നാണ്. വാട്ട്? അപ്പോ ആ ഡ്രൈവറുടെ ദേഹത്ത് നിന്ന് കിട്ടിയത് ചിലന്തിയുടെ വിഷമാണെന്നാണോ? അതെ സാർ. എബ്രഹാം ദേഷ്യത്തിൽ മേശയിലടിച്ചു. ഇത് കണ്ട ബാക്കി 3 പേരും പരിഭ്രമിച്ചു. ഒടുവിൽ റിയാസ് പറഞ്ഞു. സാർ ഒരു ബ്രേക്ക് എടുക്കുന്നത് നല്ലതായിരിക്കും. കുറച്ചു നേരം റിലാക്സ് ചെയ്താൽ തന്നെ നമുക്ക് ഇതെല്ലാം കണക്ട് ചെയ്യാനുള്ള വഴി തെളിയും. അത് ശരിയാണെന്ന് എബ്രഹാമിനും തോന്നി. ഈ കേസ് തുടങ്ങിയതിൽ പിന്നെ ഊണിലും ഉറക്കത്തിലുമെല്ലാം സാത്താന്റെ പേര് മാത്രം. അയാൾ പറഞ്ഞു. ശരിയാടോ, ഒരു ചെറിയ ബ്രേക്ക് എടുക്കാം. ഒറ്റയ്ക്കല്ല, നിങ്ങളെല്ലാവരും വേണം. റാവുത്തർ നാളെ ഡിസ്ചാർജ് ആവും. അയാളെയും കൊണ്ടുപോവാം. സാർ, അങ്ങനെയാണെങ്കിൽ നാളെ ഇവിടുത്തെ അശ്വാരൂഢ സേനയുടെ പരിശീലനം പോലീസ് ഗ്രൗണ്ടിലുണ്ട്. കൂടെ നമ്മളുടെ ഡോഗ് സ്ക്വാഡും. അവിടെ പോയാലോ? നായ്ക്കളെ സാറിന് പണ്ടേ ഇഷ്ടമല്ലേ? ശ്രീനാഥ് പറഞ്ഞു. വൈ നോട്ട്? ഗുഡ് ഐഡിയ ശ്രീനാഥ്, എബ്രഹാം പറഞ്ഞു. അവരവിടെ നിന്നും പിരിഞ്ഞു. അടുത്ത ദിവസം രാവിലെ 11 മണി സിറ്റി പോലീസ് ഗ്രൗണ്ടിൽ തിരുവനന്തപുരത്തെ അശ്വാരൂഢ സേനയുടെ പരിശീലനമാണ് ഒരു ഭാഗത്ത്. മറുഭാഗത്ത് ഡോഗ് സ്ക്വാഡ് ട്രെയിനിങ്ങും. എബ്രഹാമും കൂട്ടരും കാഴ്ചക്കാരെ ടെന്റിലിരുന്നു. താല്പര്യമില്ലായിരുന്നെങ്കിലും എബ്രഹാം വിളിച്ചതുകൊണ്ട് വന്നതാണ് റാവുത്തർ. പക്ഷെ കണ്ടുകൊണ്ടിരുന്ന കാഴ്ചകൾ അയാൾക്കും ഇഷ്ടമായി. പെട്ടെന്ന് ട്രെയിനറുടെ കയ്യിൽ നിന്ന് ഒരു കുതിര നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ കുതറി. ഉടനെ തന്നെ മറ്റു കുതിരകളും അത് ആവർത്തിച്ചു. എബ്രഹാം എഴുന്നേറ്റു. അയാൾ ചുറ്റും നോക്കി. എന്തോ പ്രശ്നമുണ്ട്. നായ്ക്കൾ ഒരുമിച്ച് കുരയ്ക്കാൻ ആരംഭിച്ചു. ട്രെയിനർമാർക്ക് അവരെ നിയന്ത്രിക്കാൻ സാധിച്ചില്ല. റാവുത്തർ ആകാശത്തേക്ക് നോക്കി. ഏതോ ഒരു ഭീമൻ പക്ഷി ചിറക് വീശി പറന്നു പോകുന്നു. തെളിഞ്ഞ ആകാശം മാറി. മഴക്കാറുകൾ മൂടിക്കെട്ടി. കാറ്റാഞ്ഞടിച്ചു. ഗ്രൗണ്ടിലുള്ള പൊടി അവിടെ മാസകലം പടർന്നു. അപ്പോഴാണ് എബ്രഹാം അത് കണ്ടത്. ഗ്രൗണ്ടിന്റെ അങ്ങേ അറ്റത്ത് നിന്ന് ഒരാൾ നടന്നു വരുന്നു. പൊടി പാറിയ അന്തരീക്ഷത്തിൽ എബ്രഹാമിന് ശരിക്ക് കാണാൻ സാധിച്ചില്ല. കറുപ്പ് വസ്ത്രമാണ് വേഷം. അന്നേരം മിന്നലടിച്ചു. ആ വെളിച്ചത്തിൽ അയാൾ കണ്ടു വരുന്ന ആളുടെ കഴുത്തിലെ മാല, കഴുകന്റെ പടമുള്ള മാല. എബ്രഹാം കൂടെ നിന്നവരോട് പറഞ്ഞു, സാത്താൻ. റാവുത്തർ എഴുന്നേറ്റു. അയാൾ ദേഷ്യത്തിൽ എബ്രഹാമിനെ നോക്കി. അയാൾ മുന്നോട്ട് പോകാൻ തുനിഞ്ഞു. അരുത് എന്ന് എബ്രഹാം ആംഗ്യം കാണിച്ചു. റാവുത്തർ ദേഷ്യം കടിച്ചു പിടിച്ച് അവിടെ നിന്നു. സാത്താൻ നടന്നെടുത്തുകൊണ്ടിരുന്നു. എബ്രഹാം ചുറ്റും നോക്കി. അവർ 7 പേരെ കൂടാതെ അശ്വാരൂഢ സേനയിലെയും ഡോഗ് സ്ക്വാഡിലെയും ഓഫീസർമാരുണ്ട്. പക്ഷേ ആരുടെയും കയ്യിൽ ഗണ്ണില്ല. പെട്ടെന്ന് എബ്രഹാം കാണാതെ ശ്യാം സാത്താന്റെ നേർക്കോടി. എബ്രഹാം അലറി. പക്ഷെ ശ്യാം അത് കേട്ടില്ല. കുറച്ച് മുന്നോട്ട് പോയ ശ്യാമിനെ പിന്നെ കണ്ടില്ല. പൊടി പടലത്തിൽ അവൻ മറഞ്ഞു. എന്ത് ചെയ്യണമെന്നറിയാതെ എബ്രഹാം ആലോചിച്ചു. ഇത്രയും തുറസായ സ്ഥലത്ത് ഇത്രയും ആൾക്കാരുടെ മുന്നിലേക്ക് സാത്താൻ വരുന്നുണ്ടെങ്കിൽ അത് വെറുതെ ആവില്ല. ആയുധങ്ങളൊന്നുമില്ലാതെ അവനെ നേരിടുന്നത് ബുദ്ധിയല്ല. എബ്രഹാം ആലോചിച്ചു. ആയുധങ്ങൾ. അയാൾ ഡോഗ് ട്രെയിനറിനോട് ഉച്ചത്തിൽ അലറി, റിലീസ് ദ ഡോഗ്സ്. ഉടനെ തന്നെ അവിടെ ഉണ്ടായിരുന്ന 7 നായ്ക്കളെയും അവയുടെ ട്രെയിനർമാർ അഴിച്ചുവിട്ടു. അവ സാത്താന്റെ ദിശയിലേക്ക് കുരച്ചുകൊണ്ട് പാഞ്ഞു. നായ്ക്കൾ ഓടി അകലന്തോറും കുരയുടെ ശബ്ദം കുറഞ്ഞു വന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അതൊട്ടും കേൾക്കാതെയായി. എല്ലാവരും സാത്താൻ വന്നുകൊണ്ടിരിക്കുന്ന ദിശയിലേക്ക് നോക്കി നിന്നു. പെട്ടെന്ന് ആ കാഴ്ച കണ്ട് എബ്രഹാം ഞെട്ടി. എബ്രഹാം മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും അത് കണ്ടു. ഏകദേശം ഗ്രൗണ്ടിന്റെ പകുതി ദൂരത്തിൽ ആ 7 നായ്ക്കളും വരിയായി തങ്ങളുടെ നേരെ നടന്നു വരുന്നു. അവയുടെ പിറകിൽ കറുത്ത വസ്ത്രധാരിയായ ഒരു മനുഷ്യൻ. അയാളുടെ മുഖം വ്യക്തമായി തുടങ്ങി. സാത്താൻ പെട്ടെന്ന് നിന്നു. കൂടെ നായ്ക്കളും. എബ്രഹാമിന് നേരെ വിരൽ ചൂണ്ടിയിട്ട് ഒറ്റയ്ക്ക് വരാനായി സാത്താൻ ആംഗ്യം കാണിച്ചു. എബ്രഹാം മറ്റൊന്നും ആലോചിക്കാതെ മുന്നോട്ട് കാലുവെച്ചു. സാർ, വേണ്ട, അത് അപകടമാണ്. റാവുത്തർ വിലക്കി. ശ്യാം, അവനെ രക്ഷിക്കണം. ഞാൻ പോയാൽ മതിയാവൂ. നിങ്ങൾ കൺട്രോൾ റൂമിലേക്ക് വിവരറിയിക്കുക, എബ്രഹാം പറഞ്ഞു. അയാൾ ആ പൊടി വകവെക്കാതെ മുന്നോട്ട് നടന്നു സാത്താന്റെ അടുക്കലേക്ക്. ബാക്കിയുള്ളവർ ഫോൺ എടുത്ത് പല ഭാഗത്തേക്കും വിളിക്കാൻ ആരംഭിച്ചു. റാവുത്തർ മാത്രം കണ്ണുകൾ എടുക്കാതെ എബ്രഹാമിനെ തന്നെ നോക്കി നിന്നു. എബ്രഹാം നടന്ന് നായ്ക്കളുടെ അടുത്തെത്തി. അവ അയാളെ നോക്കി മുരളാൻ ആരംഭിച്ചു. ഭയന്നിട്ട് എബ്രഹാം അവിടെ തന്നെ നിന്നു. ഭയപ്പെടേണ്ട എബ്രഹാം,
അവ ഇപ്പോ നിങ്ങളുടെ പോലീസ് നായ്ക്കളല്ല, എൻ്റെ വിശ്വസ്തരാണ്. ധൈര്യമായിട്ട് മുന്നോട്ട് വാ. സാത്താൻ പതിഞ്ഞ സ്വരത്തിൽ എബ്രഹാമിനോട് പറഞ്ഞു. എബ്രഹാം നായ്ക്കളെ കടന്ന് പതുക്കെ മുന്നോട്ട് നടന്നു. അടുത്തെത്താറായപ്പോൾ അയാൾ കണ്ടു താൻ തേടിയ മുഖം, സാത്താന്റെ മുഖം. അന്ന് റാവുത്തർ പറഞ്ഞതുപോലെ തന്നെ രോമാവൃതമായ മുഖം, മേൽനെഞ്ചു വരെ നീളുന്ന താടി, കഴുത്തിൽ കഴുകന്റെ മാല. പക്ഷേ എബ്രഹാം കൂടുതൽ ശ്രദ്ധിച്ചത് സാത്താന്റെ കണ്ണുകളാണ്. ചുവപ്പാണ് അവയുടെ നിറം, ചോരയുടെ ചുവപ്പ്. 6 അടിയിലേറെ പൊക്കമുള്ള ശരീരം, നല്ല വെൽ ബിൽട്ടായിട്ടുള്ള മനുഷ്യൻ. എബ്രഹാം. സാത്താന്റെ വിളി എബ്രഹാമിനെ ചിന്തയിൽ നിന്നുണർത്തി. ശ്യാം എവിടെ? എബ്രഹാം ചോദിച്ചു. സാത്താൻ പതുക്കെ ചിരിച്ചു. എന്നിട്ട് പുറകിലേക്ക് നോക്കി. സാത്താന്റെ നോട്ടം പിന്തുടർന്ന എബ്രഹാം കണ്ടത് നിലത്ത് ബോധമില്ലാതെ കിടക്കുന്ന ശ്യാമിനെയാണ്. ശ്യാമിന്റെ മുകളിൽ ചിറക് വിരിച്ചു നിൽക്കുന്ന ഒരു കഴുകനും. ശ്യാം എന്ന് വിളിച്ചുകൊണ്ട് എബ്രഹാം മുന്നോട്ട് പോകാനഞ്ഞു. വേണ്ട എന്ന് സാത്താൻ കൈപൊക്കി കാണിച്ചു. അവൻ ചത്തിട്ടില്ല, പക്ഷേ നീ എടുത്തു ചാടിയാൽ. സാത്താൻ പറഞ്ഞു മുഴുവിപ്പിക്കാതെ നിർത്തി. എബ്രഹാം പിന്നെ അനങ്ങിയില്ല. അയാൾ സാത്താനെ തന്നെ നോക്കി നിന്നു. സാത്താൻ വീണ്ടും ചിരിച്ചു. എബ്രഹാം, നിന്നെ എനിക്ക് ഇഷ്ടമാണ്. എന്നെക്കുറിച്ച് ഇത്രയും അറിഞ്ഞിട്ടും നീ പിന്മാറിയില്ലല്ലോ. നിങ്ങൾ ആരാണ്? എബ്രഹാം ചോദിച്ചു. ചിരി മാറി അട്ടഹാസമായിരുന്നു അതിനുള്ള മറുപടി. നീ അറിയുന്ന പേര് സാത്താൻ, അത് തന്നെയാണ് ഞാൻ. സാത്താൻ തുടർന്നു. എബ്രഹാം, ഞാൻ ഈ നഗരം വിട്ടതാണ്. പക്ഷെ ഇപ്പോൾ തിരിച്ചു വന്നത് ഒരു ലക്ഷ്യം നടപ്പിലാക്കാൻ വേണ്ടിയാണ്. എന്ത് ലക്ഷ്യം? എബ്രഹാം ചോദിച്ചു. സാത്താൻ വീണ്ടും ചിരിച്ചു. നിന്റെ അല്ല, ഈ നാടിന്റെ രക്ഷകൻ CM ഹരിപ്പാട് സഹദേവൻ, അവനാണ് എൻ്റെ ലക്ഷ്യം. എബ്രഹാം അത് കേട്ട് ഞെട്ടി. സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ് സാത്താൻ വധിക്കുമെന്ന് പറഞ്ഞത്. നടക്കില്ല സാത്താൻ, നിന്റെ കളികൾ ഇന്നത്തോടെ തീരും. ചെയ്ത കൊലപാതകങ്ങൾക്കെല്ലാം നീ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ഇനി ഒരു കൊലപാതകം ചെയ്യാൻ നിന്നെ ഞാൻ അനുവദിക്കില്ല. അനുവാദം? എബ്രഹാം, നീ ആരോടാണ് സംസാരിക്കുന്നതെന്ന് മറക്കരുത്. ആ പുറകിൽ കിടക്കുന്നവനെ ജീവനോടെ വേണമെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കുക. സാത്താൻ തുടർന്നു. ആ സഹദേവനെ കൂടി എടുത്തിട്ട് ഞാൻ ഈ നഗരം വിടും. എതിർക്കാൻ നിൽക്കുന്നവരെ അവരാരായാലും മരണമായിരിക്കും അതിനുള്ള ശിക്ഷ. പിന്നെ ഇപ്പോൾ ഇവിടെ നിന്നെ കാണാൻ വന്നത്, നിന്റെ ധൈര്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. അവസാനത്തെ കൊലയ്ക്ക് ഒരു രസമാവട്ടെ എന്ന് കരുതി. സഹദേവനെ രക്ഷിക്കാൻ നിനക്ക് ഞാൻ 7 ദിവസത്തെ സമയം തരാം. നിനക്ക് മാത്രം. അടുത്ത ആഴ്ച ഈ ദിവസം കൃത്യം 7 മണിക്കുള്ളിൽ അവനെ ഞാൻ കൊണ്ടുപോകും. മറ്റെന്തോ ശബ്ദം കേട്ട് എബ്രഹാം ശ്രദ്ധിച്ചു. പോലീസ് വാഹനത്തിന്റെ സൈറനാണ്. ബാക്കപ്പ് വന്നിരിക്കുന്നു. അതിന് നീ ഇവിടം വിട്ട് പോയിട്ട് വേണ്ടേ? മൈ ഫോഴ്സസ് ആർ ഹിയർ. എബ്രഹാം ചിരിച്ചുകൊണ്ട് പറഞ്ഞു. സാത്താൻ വീണ്ടും ചിരിച്ചു. എന്നിട്ട് മുകളിലേക്ക് നോക്കി. വീണ്ടും ഒരു മിന്നലടിച്ചു. അതിന്റെ വെളിച്ചത്തിൽ എബ്രഹാം കണ്ണുകൾ അടച്ചു. കണ്ണു തുറന്നു നോക്കിയപ്പോൾ സാത്താൻ അവിടെയില്ല. എബ്രഹാം ചുറ്റും നോക്കി. പൊടി അടങ്ങുന്നുണ്ട്. പിന്നിൽ നിന്ന് ആളുകൾ വരുന്നുണ്ട്. പക്ഷേ സാത്താൻ എവിടെ പോയി? അയാൾ മുന്നോട്ട് ചെന്നു. പക്ഷേ അവിടെയൊന്നും സാത്താനില്ല. എന്തോ ഓർത്ത് എബ്രഹാം ഓടി ശ്യാമിന്റെ അടുത്തെത്തി. ആ കഴുകനും പോയിരിക്കുന്നു. ശ്യാമിന് ജീവനുണ്ട്, ബോധം പോയെന്ന് മാത്രം. സർ, അറിയോ ഓക്കെ? പിന്നിൽ നിന്ന് റിയാസിന്റെ ചോദ്യം കേട്ടു. എബ്രഹാം തിരിഞ്ഞു നോക്കി. തന്റെ ടീമും കൂടെ ബാക്കപ്പ് വന്ന ടീമും ഉണ്ട്. അവർ ശ്യാമിനെ എടുത്തുകൊണ്ടുപോയി. റാവുത്തർ എബ്രഹാമിന്റെ അടുത്തെത്തി. സർ, എന്താണ് ഉണ്ടായത്? അയാൾ ചോദിച്ചു. പറയാം റാവുത്തർ, എബ്രഹാം പറഞ്ഞു. അയാൾ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് നേരത്തെ തന്നെ നോക്കി മുരളിയ നായ്ക്കൾ അവയുടെ ട്രെയിനർമാരുടെ അടുത്ത് വാലാട്ടി നിൽക്കുന്നതാണ്. പൊടിപടലം മാറി. ആകാശം തെളിഞ്ഞു. ഒരിടത്ത് പോലും സാത്താൻ വന്നു എന്നതിന് ഒരു തെളിവുമില്ല. അവർ അവിടെയെല്ലാം അരിച്ചു പെറുക്കി. പക്ഷെ ഒന്നും കിട്ടിയില്ല. ഇത്രയും വലിയ ഗ്രൗണ്ടിൽ നിന്ന് അയാൾ എങ്ങനെ മാഞ്ഞുപോയി? എബ്രഹാം തിരിച്ച് ടെന്റിലേക്ക് നടന്നു. ശ്യാമിന് ബോധം തെളിഞ്ഞു. എബ്രഹാം ശ്യാമിനോട് ചോദിച്ചു, എന്താണുണ്ടായത്? അറിയില്ല സർ. സാത്താനെ ഞാൻ കണ്ടു. അങ്ങോട്ട് ഓടിയെടുത്തപ്പോ എന്തോ വന്ന് എന്റെ തലയിലിടിച്ചു. അത്രേ ഓർമ്മയുള്ളൂ. എബ്രഹാം മൂളി. സർ, ഇനിയെങ്കിലും പറയാമോ എന്താണ് നടന്നതെന്ന്? റാവുത്തർ കുറച്ച് ദേഷ്യത്തിൽ ചോദിച്ചു. നമുക്ക് 7 ദിവസമാണുള്ളത് സാത്താൻ ആരാണെന്ന് കണ്ടുപിടിക്കാൻ, നമ്മുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്താൻ. അത് കഴിഞ്ഞാൽ? ജെയിംസ് ചോദിച്ചു. CM ആണ് അവന്റെ അടുത്തേര.
ഈ 7 ദിവസത്തിനുള്ളിൽ നമ്മൾ അവനെ കണ്ടുപിടിച്ചില്ലെങ്കിൽ 8ാം നാൾ കണ്ണുകളില്ലാത്ത CMന്റെ ബോഡി നമ്മൾ തന്നെ കണ്ടെത്തേണ്ടി വരും. എബ്രഹാം പറഞ്ഞു നിർത്തി. പെട്ടെന്ന് ബാക്കപ്പ് ടീമിലുള്ള ഒരാൾ ഓടി അവരുടെ അടുത്തേക്ക് വന്നു. അയാൾ കിതച്ചുകൊണ്ട് ഗ്രൗണ്ടിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, സാർ, അവിടെ